ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം. ആദം സന്തതികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർക്കുള്ളത് തന്നെയാണ്, ഇല്ല സിയാം, നോമ്പൊഴികെ. തീർച്ചയായും നോമ്പ് ഫഇന്നഹു ലി, നോമ്പ് എനിക്കുള്ളതാണ്, വ അജ്സി ബിഹി, ഞാനാണ് പ്രതിഫലം നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഉംറ, എല്ലാ പ്രവർത്തനങ്ങളും അത് മറ്റുള്ളവർ അറിയുന്നതാണ്, കാണുന്നതാണ്. എന്നാൽ ഒരാൾ നോമ്പുകാരനാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. റമദാൻ മാസം ആയതുകൊണ്ട് എല്ലാവരും നോമ്പ് നോൽക്കും, എല്ലാവരും നോമ്പുകാരാണ്. എന്നാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടല്ലോ. ഒരു മനുഷ്യൻ തിങ്കളാഴ്ച നോമ്പ് നോറ്റുകൊണ്ട് നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നോമ്പുകാരനാണോ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്, നോമ്പ് എന്നത് ഒരു അടിമയും അള്ളാഹുവും തമ്മിൽ നടക്കുന്ന സ്വകാര്യ സംഭാഷണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഏറ്റവും സമയദീർഘമുള്ള ഇബാദത്ത് നോമ്പാണ്. നിസ്കരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കച്ചവടം ചെയ്യാൻ പറ്റൂല. എന്നാൽ നോമ്പുകാരനായിരിക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, കച്ചവടം ചെയ്യാൻ പറ്റുന്നു, ആവശ്യ നിർവഹണം ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നോമ്പ് പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധനയാണ്. ബഹുമാനപ്പെട്ട മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കഫാ ബിൽ മർഇ ഇൽമൻ അൻ യഖ്ഷല്ലാഹ, ഒരു മനുഷ്യന് ഇൽമുണ്ട്, അറിവുണ്ട് എന്നതിന്റെ അടയാളം അദ്ദേഹം അള്ളാഹുവിനെ പേടിക്കും എന്നുള്ളതാണ്. വകഫാ ബിൽ മർഇ ജഹിലൻ അൻ യഅജബ ബിഅമലിഹി, ഒരാൾ വിഡ്ഢിയാണ് എന്നതിന്റെ അടയാളം അവൻ ചെയ്ത അമലുകൾ കൊണ്ട് ഉൾനാട്യമുള്ളവനാണ്. ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഒരുപാട് നോമ്പ് നോൽക്കുന്നവനാണ്, ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തവനാണ്, ഞാൻ ഒരുപാട് സ്വതക്ക ചെയ്തവനാണ് എന്ന് ഒരു ഉൾനാട്യമുണ്ടെങ്കിൽ, റുജുബുണ്ടെങ്കിൽ അവനാണ് വിഡ്ഢി എന്ന് മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ നാം ഏറ്റവും കൂടുതൽ ആർജിച്ചെടുക്കേണ്ട ഒരു സ്വഭാവം, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന ഒരു തരത്തിലേക്ക് നാം നമ്മെ തന്നെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.